അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ചിക്കൻ കറിക്കൊപ്പവും അതേപോലെ തന്നെ കട്ടി തേങ്ങാപ്പാലെടുത്ത് അതിനൊപ്പവും കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ. എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കാം. ഇനി സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി, നൈസ് അരിപ്പൊടിയാണ് ഇട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് കുറുക്കി ഇതേപോലെ ഒന്ന് എടുക്കാം. ഈ മാവൊന്ന് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ചുവന്നുള്ളി ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചത് അത് ഇട്ട് കൊടുത്തു. ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ഒന്ന് ചെറുതായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് എടുത്താണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഒന്ന് ചൂടൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കുഴയ്ക്കാൻ പറ്റുന്ന പരുവാകുമ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്, എന്നാലും കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിന് നമുക്കിതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് വലിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഏത് വലുപ്പമാണ് വേണ്ട ആ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 8 ഉരുളകളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതേപോലെ ഒരു പാത്രത്തിൻ്റെ, നമ്മൾ ചോറൊക്കെ കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അതിൻ്റെ ഏത് വലുപ്പമാണോ അതിനനുസരിച്ച് ഉള്ളതെടുക്കുക. ചെറുതാണെങ്കിൽ ചെറുത് വലുപ്പത്തിനനുസരിച്ച് എടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ച് ഇതേപോലെ മാവെടുത്തൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. ഇനി അതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പാത്രത്തിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു റൗണ്ടിൽ നമുക്ക് ശരിക്കും ആ ഒരു റൗണ്ടിൽ തന്നെ കിട്ടും, ഷേപ്പാക്കി എടുക്കാൻ പറ്റും. പിന്നെ ചിലർ വാഴയില വാട്ടി അതിൽ വെച്ച് പരത്തി കൈ കൊണ്ട് തന്നെ പരത്തി എടുക്കാറുണ്ട്. പിന്നെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി കട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ സൗകര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരികൊക്കെ നന്നായിട്ട് ഷേപ്പാക്കി കിട്ടും. കണ്ടില്ലേ ഇതേപോലെ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു ചെറിയ കനത്തിൽ പരത്തിയെടുക്കുക. ഇന്ന് ഞാനിവിടെ ദോശ കല്ല് വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 വശവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ പൊന്തി വരും. അപ്പം ഒരെണ്ണം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കേട്ടോ, നന്നായിട്ടുള്ളൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ കറിക്കൊപ്പവും അതേപോലെ തന്നെ കട്ടി തേങ്ങാപ്പാലെടുത്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.